റീസെന്റ് റിവ്യൂസ് വെരി പോസിറ്റീവ്. ഈ തന്തയിലന്മാരെ അടിക്കണം. ഭയങ്കര പാടാ ആക്ച്വലി. ഞാൻ എന്റെ തേങ്ങ പോലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഇവർക്ക് ഓഡിയൻസ് കളിക്കുന്നത്. ഞാനിവിടെ ഇന്ന് ഓഡിയൻസ് കളിക്കും. ഇത് ഓഡിയൻസിനുള്ളതാണ്. ഇന്ന് അവർ കളിക്കട്ടെ. നിങ്ങളിത് കണ്ടോണ്ടിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കേ സ്കോർ. രണ്ടു മണിക്കൂർ കുറവാ കളിച്ചേക്കുന്നത് റീഫണ്ട് ചെയ്യാം കേട്ടോ. ഇത് 50 രൂപ ഞാൻ ബാബുവിന് മുറുക്കാൻ മേടിച്ചു കൊടുത്തതാണെന്ന് വിചാരിച്ചോളാം. ഇതെന്തിനാ സ്കോർ കേറുന്നത്? എന്തിനാ കണ്ടോണ്ടിരിക്കുന്നുണ്ട്? തെങ്ങന്ന് വീഴുന്ന തേങ്ങ ഇതിൽ കൂടുതൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യൂലല്ലോ ബ്രാവോ. തെങ്ങന്ന് വീഴുന്ന തേങ്ങയ്ക്ക് ഏകമുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വീണെടുത്ത് കിടക്കുക, അല്ലെ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് ഈ ഗെയിം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടേ ഒരു 5000-6000 പോയിന്റ് ആകുമ്പോ ഒരു എംബോക്ക് ഈ ബീച്ച് സൈഡിൽ കൂടെ വന്നിട്ട് ഈ തേങ്ങ എടുത്തോണ്ട് പോകും. അവിടെ വെച്ച് ഗെയിം തീരുന്നു. ഈ ഗെയിം അങ്ങനെ ആണെങ്കിലും ചിലപ്പോ ഇല്ലടാ, ഞാൻ ഗെയിം കളിക്കാനുള്ള മൂന്നിലല്ലടാ കീരി. ബീച്ചിന്റെ സൈഡിൽ ആരെങ്കിലും ഇങ്ങനെ കിടന്നിരുന്നേ കൊള്ളായിരുന്നു. അപ്പുറത്തൊരു തേങ്ങ കിടക്കുന്നടാ ലെഫ്റ്റില്. ഇതേപോലെയുള്ള വേറെ ഏതെങ്കിലും പ്ലെയർ ആയിരിക്കും. ഇത് മൾട്ടിപ്ലെയർ ആണ്. ആ ഒത്ത സൈഡിലായിട്ട് മാറി കിടക്കണം. അത് ചന്ദ്രനാ. അത് അവന്റെ കണ്ടായിരുന്നു. ആ സൈഡിൽ ഈ സൈഡിൽ കിടക്കണം. അത് ചന്ദ്രനാ. ഇത് പൊടിച്ചു വരുമോ? പൊടിച്ചു വരുമോ? എന്തും അരിമില്ല പൊടിച്ചു വരാൻ. ഇത് മുളച്ചിങ്ങനെ മുളച്ചു വരാൻ ഇതില് തേങ്ങ പോലെ മുളയ്ക്കുമല്ലോ. എടാ പക്ഷെ ഉപ്പ് വെള്ളമല്ലേ. അപ്പൊ പിന്നെ അപ്പുറത്തേക്കുന്ന തെങ്ങൊക്കെ എങ്ങനെ വളർന്നേ? അത് ശരിയാണ്. നല്ല വെള്ളം ആരോ ഒഴിച്ചു കൊടുത്തു. നല്ല വെള്ളം ആരോ ഒഴിച്ചു കൊടുക്കണ. ഫിൽട്ടറായി. ഇവ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടാവൂടാ ഈ കളി വെച്ച്. പിന്നെ എത്ര വാങ്ങിയിട്ടുണ്ടോ ഈ ഗെയിം? 50 ഡൗൺലോഡ്സ് ഉണ്ട്. അതറിയാൻ പറ്റുമോ സ്റ്റീമില്? നോക്കട്ടെ. സ്റ്റീം ഓപ്പൺ ആവുന്നില്ലല്ലോ. നോക്ക്. സ്റ്റോർ പേജ് എടുത്തേ നോക്കട്ടെ. എവിടെ സ്റ്റോർ പേജ്? സ്റ്റോർ പേജ് മുകളിൽ അതിന്റെ റീസെന്റ് റിവ്യൂസ് വെരി പോസിറ്റീവ്. ഈ തന്തയിലന്മാരെ അടിക്കണം. ഇത് എവിടെ റിവ്യൂ ഇടണേ? ഇതിന് റിവ്യൂ ക്ലിക്ക് താഴെ താഴെ താഴെ. എവിടെ 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 എവിടെ? യൂസർ റിവ്യൂസ് വെരി പോസിറ്റീവ്. ഇതിന് റിവ്യൂ ഇടുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ ഗൈസ് ആരെങ്കിലും? ലാംഗ്വേജ് കണ്ടോ? ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓ എത്ര ലാംഗ്വേജിൽ ഉണ്ടാക്കി വെച്ചിരിക്കണം. എല്ലാത്തിലും ഓരോ തേങ്ങ കാണിച്ചാ പോരെ തന്തയില്ലാത്തവരെ. You are a coconut. You are on the beach. There are other coconuts around you and not only coconuts. എന്തുവാടാ? ആംബിയൻ സൗണ്ട് ഒക്കെ ഉണ്ട്. സീനില്ല അതിപ്പോ പറ്റത്തില്ല കാണിക്കാൻ. അതിന്റെ ഇടയ്ക്ക് കൂടെ അവന്റെ വീണവായന കളിക്കാൻ പോന്നെ. പുതിയ മാപ്പ് ഒക്കെ ഉണ്ട്. വേറെ മാപ്പ്. പുതിയ മാപ്പാ? ന്യൂ മാപ്പ് നടക്കും. ന്യൂ വിഷ്വൽ എഫക്ട്. ന്യൂ മാപ്പ്. വിഷ്വൽ എഫക്ട് എന്ത് വരണ? ഏത് ഗെയിം? ഏത് ഗെയിമാ? കോക്കനട്ട് സിമുലേറ്റർ. എല്ലാരെയും പറ്റിച്ചെന്ന് വിചാരിഞ്ഞ് അവന്മാരിതേ പുതിയ സാധനം ഇറക്കി കളിക്കാൻ പറ്റുന്ന. അന്ന് വേറെ സാധനം ഉണ്ട്, ഫീവർ മീം എന്നും പറഞ്ഞ അന്ന് കളിച്ചത്. അയ്യോ അത് വേണോ? ഫീവർ ഗെയിം കളിക്കാനുള്ള ഒരു മൂഡിലല്ലടാ. മൂടുള്ളപ്പോ കളിച്ചാൽ മതിയാണ്. മൂടുള്ളപ്പോ കളിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഫ്ലോ സ്പെല്ലിംഗ് പറഞ്ഞേ. FEVER. മൂടുണ്ടാക്കി കളിച്ചാൽ മതി, അല്ലെങ്കിൽ $197.
വാങ്ങിച്ചിട്ട് നാളെ കളിക്കാം. പക്ഷേ സാധനമാണ്. അല്ലത് വാങ്ങിക്കണമെങ്കിൽ എനിക്ക് ഇത് പൈസ വേണോ? ഉം. പൈസ വേണോ? പൈസ വേണോ? വേണ്ട, ഇതെന്താ? You died a stupid death. ഇത് ലെവൽ ഡെവലിന്റെ 3D ഇത് തോന്നുന്നല്ലേ. ഇത് കൊള്ളാം. സാധനമാണ്. ഇതൊന്നും കാണാതെ കളിക്കണം എങ്കിലും ഒരു ഫീൽ കിട്ടും. ഇത് മറ്റേ തന്തയില്ലാത്ത കളിയാ കേട്ടാ ഇത്. ഇല്ല ഇല്ലണ്ണ ഇതൊന്നും കാണാൻ നിക്കല്ലേ അണ്ണ. ഞാൻ കളിച്ച പോലെ അണ്ണൻ കളിക്കണം എങ്കിലേ അണ്ണൻ ആ ഒരു പ്രതികേഷൻ ആവും. പിന്നെ ഞാൻ കളിച്ചോന്നോ ലൈവിൽ കളിച്ചു അറിയാവുന്നത് കളിക്കണമല്ലോ. ഇത് ഞാൻ ആട്ടൊക്കെ ഞാൻ നാളെ കളിക്കാൻ സത്യമായിട്ട് ഇന്ന് എനിക്കൊരു കളിക്കാനുള്ള മൂഡുള്ള കേസ്. ഞാൻ ഭയങ്കര മൂഡൗട്ട് ഇട്ടിരിക്കുക. വെറുതെ നിങ്ങൾക്കും അത് കിട്ടൂല. ഇതണ്ണ അണ്ണ ഇനി എന്തോ പരിപാടി? ഞാൻ ഒന്നുമില്ലടാ, ഞാൻ നിങ്ങളാരല്ല ലൈവ് അല്ലേ ഇവിടെ നമുക്ക് ഞാൻ സിറ്റി എല്ലാം വരാം. അയ്യോ ഫേസ് ക്യാം ഓണാക്കാൻ എനിക്ക് ഒട്ടും വയ്യ കേസ്. ഡിസ്കോ ട്രോൾസ് കണ്ടോണ്ടിരിക്കാൻ സത്യം പറഞ്ഞു. ഞാൻ നാളെ വരാൻ കേസ്, അതാണ് നല്ലത്. എനിക്കൊരു ചെറിയൊരു പണി തീർക്കണ്ട. എന്റെ മൈൻഡിൽ അതാണ് എത്രയും പെട്ടെന്ന് അത് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് സമാധാനം കിട്ടത്തില്ല എനിക്ക് അത് ചെയ്തില്ലെങ്കിൽ. എനിക്കതൊക്കെ കൈ ഇങ്ങനെയൊക്കെ തരിക്കുവായിട്ട് കൈ ഇങ്ങനെയൊക്കെ വെള്ളം അടിച്ചിട്ട് വെള്ളം അടിക്കാത്ത പോലെ അല്ലേ വിറയ്ക്കുന്നത്. എനിക്കങ്ങ് എന്തോ പോലെ എനിക്കങ്ങ് പെട്ടെന്ന് എനിക്ക് ഇത് അങ്ങ് ചെയ്ത് തീർക്കാതെ ഒന്നും നടക്കൂല. അത് മ്യൂട്ട് ചെയ്തിട്ടൊക്കെ വിളിച്ചാ പോരെ. സ്വാതന്ത്ര്യം കിട്ടൂല. അവിടുന്ന് ഞാൻ ഇവിടെ കോൺസെൻട്രേഷൻ ആയി പോവോ, അവര് വെയിറ്റ് ചെയ്യണല്ലോ, പെട്ടെന്ന് പോണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായി പോയി എനിക്ക്. ഫുൾ ഫ്രീ ആയിട്ട് വിളിക്കാൻ. ഫ്രീ ആയിട്ട് വിളിക്കണം അതല്ലേ ഞാൻ എത്ര ക്യൂരിയസ് ആയിട്ടിരിക്കണേ. കൊറേ നാളായി. കേസ് അപ്പൊ അത്രേ ഉള്ളൂ. എന്താ ജീവിതം ഒരു തേങ്ങ പോലെയാണ്. താല്പര്യമുള്ളവര് എടുക്കും. ചില ആൾക്കാർ ഇങ്ങനെ ജീവിതകാലം മൊത്തം ഇങ്ങനെ കിടക്കേണ്ടി വരും. കരിക്ക് കുടിക്കാൻ തോന്നുമ്പോൾ തെങ്ങും തേങ്ങയും കരിക്കുമല്ല രാജാവാ. പെപ്സി വന്നാ ഇത് കുടിക്കൂലല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആൾക്കാർ കുടിക്കും. ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവരല്ലേ കുടിക്കുള്ളൂ. അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വരുമല്ലോ. അതില്ല. പൊട്ടത്തേങ്ങന്ന് അതാറാ പറഞ്ഞത്. നീ തന്നെ ടൈപ്പ് ചെയ്തിട്ടോ കേട്ടോ ചാറ്റില്. ഞാനല്ല കിഡ്നി ടച്ചിങ് സത്യം 2024 ആദ്യത്തെ പാടാണേ. പക്ഷെ ഒരു വർഷം തുടങ്ങിയപ്പോ തന്നെ അറിഞ്ഞത് നന്നായി കേട്ടാ. അല്ലെങ്കിൽ ഈ വർഷവും ഞാൻ ഈ കുണ്ണുകളൊക്കെ വിശ്വസിച്ച് നമ്പിയിരുന്നേനെ. 24 hours live episode. ഞാൻ ഡേ ആഫ്റ്റർ ടുമോറോ അല്ലെങ്കിൽ മറ്റേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം കോച്ച് എനിക്ക് ഞാൻ ഒരു ഫേസ് ക്യാം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഫേസ് ക്യാം 2 ഫേസ് ക്യാം വേണം അത് ചെയ്യണമെങ്കിൽ കോച്ച്. അല്ല ഞാൻ കോച്ച് ഞാൻ മറ്റേ ഇതൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട്, ലെഗോ ബിൽഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ലൈവായിട്ട് ലെഗോ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് 2 ഫേസ് ക്യാം വേണം. അപ്പൊ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, ഒരെണ്ണം ഇപ്പൊ വരും. நிறைய பேர் ചോദിച്ചു. ഏത് ക്യാമറ ഓർഡർ ചെയ്തത്? അതൊരു നോർമൽ ഒരെണ്ണം ബ്രാവോ, ഒരു 4K എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 4K ഒന്നും കിട്ടുമൊന്നുമില്ല. അതൊരു നോർമൽ ക്യാമ. അതിനൊരു 4200 രൂപ എന്തോ ഉള്ള ഒരു സാധനമാണ് അത്. ആ ബ്രാൻഡിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ പറയാം. തേങ്ങ വറക്കി നിങ്ങള് ബ്രാവോ റാപ്പോ RAPO C500AF വെബ് ക്യാമറ. ഒരു മിനിറ്റ് ഇതാ വരുന്നത്. ഹാപ്പി ലോലിന്റെ ബർത്ത്ഡേ ആണോ? ലോല മോനെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ.
FPS ഈ ഗെയിമിന് 149 FPS കിട്ടുന്നുള്ളൂ എനിക്ക്. എടാ, ഇത് രാത്രിയായല്ലേ? സന്ധ്യയായി. ഇത് ക്ലൈമറ്റ് മാറി. ഈ ഗെയിം ഏറ്റവും കൂടുതൽ സ്കോർ എടുത്തത് ഞാനായിരിക്കും കേട്ടാ. 15,000 പേര് എന്റെ തേങ്ങ കണ്ടോണ്ടിരിക്കുക. തേങ്ങ അത് വേറെ മാതിരി ഇരിക്കണേ. പക്ഷെ അതല്ലേ നമ്മളതല്ലേ കൊച്ചു ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണേ. അവൻ മുമ്പേ 12,000 എന്ന് പറഞ്ഞ് പുച്ഛിച്ചത് ഇവരെയാണ്. അവന്റെ മാമന്മാരെല്ലാം ഇവിടെ കൊട്ടയാട്ടം നടത്തിയാൽ പോലും വരൂലല്ലോ. കേട്ടാ സേവ് ആയിട്ടാ 760 പോയിന്റില്. ഗ്യാങ് ഫണ്ട് അതും കേൾക്കുന്നു മനസ്സിലായി. ഗ്യാങ് ഫണ്ട് ഞാൻ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ നടത്താം കോച്ച്. ഗ്യാങ് ഫണ്ട് എന്തിനാ കോച്ച് പണ്ടത്തെ കാര്യം ഓർമ്മിപ്പിക്കുന്നത്? അതെ, ഈ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന ഒരാഴ്ച കൂടെ സമയം കൂട്ടി കിട്ടും. ഇത് അത് തന്നെയല്ലാണ് കോക്കനട്ട് സിമുലേറ്റർ. എന്തായാലും അണ്ണന് ഗെയിം കളിക്കാൻ താല്പര്യമില്ലാണ്. ഒരു 10,000 സ്കോർ അടിക്കായിരുന്നു സിനിമായിരുന്നു. 10,000 റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദ സ്ട്രീം. നിങ്ങളെ നമ്മളെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് കൂടെ സമയം കിട്ടുമോ ഗ്യാങ് ഫണ്ടിട്ട്? പിന്നെ ഉറപ്പല്ലേ? ഒരാഴ്ചയല്ല ബ്രോ. അതെങ്ങനെയാന്ന് വെച്ചാൽ സസ്പെൻഷൻ ഞാൻ ഇട്ടേക്കുന്നത് 3 മാസമാണ്. 3 മാസം സമയം കിട്ടും. ശരിയാ, നമ്മള് കർശനമായിട്ട് നടപടി എടുക്കണം. അതെ, എത്രയാണ്? 70 കോടിയല്ലേ? இவன் வந்து டெஸ்ட்ரோ வந்து கிரைண்ட் பண்ணி சேர்த்துட்டான்டா. அவன் நடுவுல தான் கேறனால, பட் ஆனாலும் அவன் கிரைண்ட் செய்து. അപ്പൊ ഈകള് 24 എടുത്തിട്ട് പിന്നെ ഞാനൊരു 24 എടുത്തി വരും. എന്താ ഗ്യാങ് ഫണ്ട് കളക്ഷൻ എന്ന് പറഞ്ഞത്? 75. நீங்க தானே சார் சொன்னதே? ஹலோ சார். നാരദ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. നാരദ சார் சொன்னதே நீங்க தான். ஈகிள் ஃபர்ஸ்ட் சொன்னது 30ன்னு நினைக்கிறேன். நீங்க தான் அதுக்கப்புறமா போய் ரூம்ல பேசிட்டு வந்து 70 அப்படின்னு சொன்னது. 30 മതിയായിരുന്നല്ലേ? അന്നേരം ഞാൻ അപ്പാമ്മ മറ്റേ കോട്ടിട്ട് കൊടുത്തപ്പോ അപ്പാമ്മ വിചാരിച്ചു അപ്പാമ്മ ഗ്രൈൻഡിങ് ഇല്ലായിരിക്കും. എല്ലാ സെറ്റ് ആയിക്കളെ. നീ നാളെ ഒരു 24 കിട്ടിയിടും. എത്ര? 70 കോടിയല്ലേ? 75 കോടി തരുന്നു. വിഷയം ഗെയിം. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. 1000 അടിക്കോ? 1000 അടിക്കോ? ഭയങ്കര പാടാ ആക്ച്വലി. സത്യം. அந்த தேங்காய் இருக்கா? இருக்கா? ഞാൻ ആലോചിക്കുന്നത് അറിയില്ലേ, സാധാരണ എന്തേലും സംസാരിക്കണമെങ്കിലോ എന്നുണ്ടെങ്കിലോ നിന്റെ കൈ അടങ്ങിയിരിക്കൂല. ഇങ്ങനെ നടന്നുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതെങ്ങനെ നീ കളിക്കുന്ന അനക്കാതെ വെച്ചോണ്ട്? ഞാൻ അനക്കുന്നുണ്ട്, കണ്ടില്ലേ? ഉണ്ട്, അത് ചെറുതായിട്ടല്ലേ ഉള്ളു. എന്നാലും ഞാൻ അനക്കുന്നുണ്ട്. ഇത് ഭയങ്കര പാടാ. ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യുന്ന കാര്യം. ഇത് സ്കില്ലാതെ കളിക്കാൻ പറ്റത്തില്ല ഈ കളി. ഒരുപാട് സ്കിൽ ആവശ്യമുള്ള ഒരു ഗെയിമാണല്ലേ. നേരില് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലേ വരത്തുള്ളൂ. അല്ല, ഇതിപ്പം സൂര്യന്റെ വെട്ടമാണോ ചന്ദ്രന്റെ വെട്ടമാണോ? ഇത് നിലാവാ, കണ്ടാ? നക്ഷത്രമൊന്നുമില്ലേ? പക്ഷെ ഇത് കണ്ടോ, അവരൊക്കെ ഭാഗ്യമുള്ള തേങ്ങകളാ. ബ്രാവോ. എന്തോ പറ്റി? കാരണം അവരുടെ അടുത്ത് ഒരാളെങ്കിലും ഉണ്ട് സംസാരിച്ചിരിക്കാൻ വേണ്ടിട്ട്. നമ്മള് മാത്രം എന്നും ഒറ്റയ്ക്കായി പോയില്ലേ. നമ്മൾ ഗെയിമിലും ഇന്നെ ഒറ്റയ്ക്കാക്കി കളഞ്ഞില്ലേ? ஈகிள் ഈ മന്ത് എൻഡ് കേരള വരുവേன். എന്തിന്? എന്തിനാ? എന്നടാ ഇവിടെ കേട്ടേ? അസിംഗം അത് ശരിയാണ്. അതിന് அசிங்கமா பண்ணாரா? എന്താ കാര്യം? இல்ல இல்ல, உங்க அக்காவும் எங்க அம்மாவையும் மலேசியா அனுப்பிச்சு வச்சுட்டு நான் അവിടെ வரேன். ഓ ഓക്കെ 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 ഓക്കെ. അവിടെ வந்து chill பண்ணலாம். ഓക്കെ 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 സെറ്റ്. 1000 പോയിന്റ്. We did it. 10,000 അടിക്കോ? We did it guys.
1000 പോയിന്റ്. ഇത് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഹിസ്റ്ററിയാണ്, എനിക്ക് ഉറപ്പാണ്. ഇത് റെക്കോർഡാണ്, അടയാളപ്പെടുത്തണം ഇത്. അടയാളപ്പെടുത്തുക കാലമേ 50-90. സായിപ്പിന്റെ 50 ഡിന്നറിനേക്കാൾ 50 ഡിന്നറൊന്നും ഒന്നുമല്ല ഈ ഗെയിമിന്റെ അടുത്ത്, മനസ്സിലായ? ഇത് അത്ര എഫേർട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. 50 ഡിന്നറൊക്കെ ഈസി ആയിട്ട് അടിക്കുക. ഇത് പറ്റും. തേങ്ങയുടെ കാര്യം നോക്കണം, അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമാണെന്ന് വിചാരിച്ചേ. നിന്റെ കുഞ്ഞിനെ പോലും നിങ്ങൾ നോക്കിയിട്ടില്ലതല്ലേ? പിന്നെ ഞാൻ എന്റെ തേങ്ങ പോലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ വീട്ടിൽ നിന്ന് താഴെ വീഴുന്ന തെങ്ങയില്ലേ, അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കല്ലേ. അത് കുഴപ്പമില്ല. കുഞ്ഞ് കുറച്ചും കൂടെ 1 വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാച്ചൂസ് പതുക്കെ അടുക്കളയിലോട്ടൊക്കെ കയറുമ്പോ നമ്മള് പതുക്കെ തേങ്ങ ചേരവ പലതും കണ്ടുപിടിക്കോളൂ. ദേവൂട്ടനെ കണ്ടിട്ട് 4 ദിവസമായി. അവരോടൊപ്പം ദേവൂട്ടനെ അവിടെ അവളുടെ അമ്മയുടെ വീട്ടില് കൊണ്ട് നിർത്തിയേക്കാം. ഓഹോ, അവിടെ ട്രിവാൻഡ്രം. അവക്ക് പനിയായണ്ടേ. പിന്നെ ഈ ന്യൂ ഇയറിന് കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവനെ ഈ സൗണ്ട് ഉള്ളടത്തൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ബ്രോ. അത് 1 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. അതെ അതെ. ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയട്ടെ. ഇന്ന് 5 ദിവസം കഴിഞ്ഞാൽ ദേവൂട്ടന് 10 മാസമായി. ദേവൂട്ടനൊക്കെ ജനിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഓർമ്മ ഉണ്ട്. 10 മാസം. 3 ലാക്ക് അടിച്ച പ്ലേയേഴ്സ് ഉണ്ടെന്ന്. 3 ലക്ഷം. പക്ഷേ ഇത് മിനിമൈസ് ചെയ്ത കൗണ്ട് ആവോ ഒന്ന് നോക്കട്ടെ. നമ്മൾ നേരത്തെ മിനിമൈസ് ചെയ്തപ്പോ കൗണ്ടായി. ആവുന്നുണ്ട്. മിനിമൈസ് ഓഫ് ആക്കാതിരുന്നാ മതിയടാ. അപ്പൊ 2026 നിങ്ങളുടെ വർഷമാണ്, എന്റെ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയോ? എനിക്കിത് കഴിഞ്ഞ വർഷത്തെ പോലെ മുമ്പിലാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് ഉച്ചയ്ക്ക് തൊട്ട് എനിക്ക് ഇന്നലെ തൊട്ട് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. നിങ്ങളുടെ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊന്ന് ചെക്ക് ചെയ്ത് പറയണേ ഒന്ന്. എന്താ? അല്ല, 2026 നമ്മുടെ വർഷം അല്ലെന്ന് എനിക്ക് ഇന്നലത്തോടെ മനസ്സിലായി. ഏകദേശം കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ. ഞാൻ ആ കോൺട്രോവേഴ്സി ലൂപ്പിൽ ഇപ്പോഴും. വർഷം തുടങ്ങിയതല്ലേ രാവിലെ തുടക്കത്തോടെ പോയിട്ടുണ്ടായിരിക്കും. ടെൻഷനാണ്. തുടക്കത്തോടെ പോയിടും, ഉറപ്പാ, ഒരു സംശയമില്ല. ബി പോസിറ്റീവ്, അത്രേ ഉള്ളൂ. ഞാൻ ഗെയിം ക്യാപ്ചർ ആക്കിക്കൂടെ കഴിച്ചു? ഇത് ഭയങ്കര ലോഡാണ്. 1 മിനിറ്റ്. അത്യാവശ്യം നല്ല ലോഡ് വലിക്കുന്നുണ്ട് ആ കളി. സ്റ്റീം കോക്കനട്ട് സിമുലേറ്റർ എന്ന് പറയുന്ന സാധനം അതിനകത്തില്ല. ഉണ്ട്. നല്ല ലോഡ് വലിക്കണേ അത്. രാവിലെ ആയില്ലേ? ഉച്ചക്ക് പാട്ട് വെച്ച് അടിക്കുവേ. നല്ലൊരു ഐഡിയ ആണല്ലേ. നമുക്ക് ഇതിന്റെ ഒരു ഗെയിം ലോഞ്ച് ചെയ്തത് മലയാളത്തില്. കേരള കോക്കനട്ട് സിമുലേറ്റർ. പൈസ മുതലായി 55 രൂപ.
2024 എല്ലാ അല്ല 2026 എല്ലാ ഇതും ഈ തേങ്ങ ഉടച്ച് ഞാൻ തീർക്കും. എന്നാലും ഞാൻ തെറി വിളിച്ചത് മോശമായി പോയി അല്ലേ പ്രാവ്? മോശമായി പോയി അല്ലേ? വളരെ മോശമായി. അല്ല ആ പോക്കത്തിനല്ലേ കാണിച്ചത്? അതായിരിക്കും. അണ്ണ എന്തേലും ഒന്ന് കളിക്ക്. പിന്നെ ഞാൻ ഇത് എന്തെടുത്തോണ്ടിരിക്കും? ഇത് അങ്ങോട്ടും ഇവിടെ മൗസ് തിരിക്കുന്ന കണ്ടില്ലേ? ഇത് ഈസി പണിയാണെന്നാണ് വിചാരിച്ചേ. എന്നാ ഞാൻ ഇങ്ങനെ ഇരിക്കും. ഇത് തീരുന്ന വരെ ഇങ്ങനെ തേങ്ങ 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 ആ തേങ്ങ 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 തേങ്ങ. പൊട്ടനാണല്ലോ. അയ്യോ പറഞ്ഞാലവിടെ അങ്ങനെ വയ്യേ. എടാ എനിക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്കൊക്കെയാണ്. നിങ്ങൾ അബ്നോർമലാ ഈ വർഷം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൂഡ് സിങ്സ്. യെസ്. പെണ്ണുങ്ങളിൽ പീരീഡ്സിന്റെ സമയത്തും ആണുങ്ങളിൽ ഡിപ്രഷന്റെ സമയത്ത് കണ്ടുവരുന്ന ഒരു സാധനമാണ് അല്ലേ? എന്തൊരു കഷ്ടം പറയണത് ദൈവമേ. ഞാൻ പോട്ടടാ. പോയി കിടന്ന് ഉറങ്ങച്ചല്ലേ? ഉറങ്ങാൻ പറ്റില്ല. തീർക്കട്ടെ പണി തീർത്തിട്ട് വേണം വെച്ചോണ്ടിരിക്കണ്ടേ, വെറുതെ എന്തിനാ താമസിപ്പിക്കുന്നത്? ഇതൊരു നല്ല ഗെയിമാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണം. നിങ്ങൾ നമുക്കേ ഈകളെ സത്യം പറഞ്ഞാൽ ഇവരോട് മെയിൽ അയച്ചിട്ടേ നിന്റെ ഒരു ഇത് തരാൻ പറഞ്ഞു. ഈഗിൾ 50 എന്നും പറഞ്ഞ 50% ഡിസ്കൗണ്ട്. ആകെ 50 രൂപയ്ക്ക് നമ്മൾ വിൽക്കണേ. അതിൽ 50% 25 രൂപ. അല്ല ഈ കമ്മീഷൻ ചോദിച്ചാൽ മതി. മറ്റേ ഏതായിരുന്നു മറ്റേ സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു ഗെയിം വിറ്റ 1 രൂപ തന്നാ മതി എന്ന് പറ. ഏത് ഒരു ഗെയിം വിറ്റും 1 രൂപ? ഓ അങ്ങനെ ഒരു കമ്മീഷൻ എന്നോട് ബ്ലാക്ക് മീ തൂക്കം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയനല്ലേ? ഒരിക്കലും ഇല്ല. കാരണം ആ ഗെയിം കളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പൈസ കാരണം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആണോ? ID പാസ്വേഡ് ഞാൻ ഇപ്പൊ അയക്കാം. ഏത് സ്റ്റീവിന്റെ? വേണ്ട വേണ്ട, ഫാമിലി ഷെയർ ചെയ്താൽ മതി. പിന്നെ ഫാമിലി ഷെയർ ചെയ്താൽ മതി. ഫാമിലി ഷെയർ വേണ്ട, ഞാൻ ഇതയക്കാം. സ്റ്റീം എടുത്തോ, കുഴപ്പമില്ല എനിക്ക്. പക്ഷെ നിനക്ക് ഞാനത് കളിക്കുമ്പോ വേറെ ഒന്നും കയറാൻ പറ്റൂല, സ്റ്റീം യൂസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഉണ്ട്, ഇതൊരു പ്രശ്നമുണ്ട്. എനിക്ക് അറിയത്തില്ല. നീ ആദ്യം പോയിട്ട് ദേവിട്ട് ഉറങ്ങി കാണല്ലേ? ദേവിട്ട് ഉറങ്ങി. രാത്രി എനിക്ക് പോയി ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് കറങ്ങി വന്ന് കുറച്ച് സോഡ ഇരിപ്പുണ്ടാവും ഫ്രിഡ്ജി. ചിലപ്പോ കാണുന്നല്ലോ. ഇല്ല സോഡ ഒന്നും ഇല്ല. നന്നായോ? ന്യൂ ഇയർ ന്യൂ ഇയറോടുകൂടിയാ ഫുള്ളി നന്നായില്ലേ? ഓ ഞാനും നന്നായി. ഇന്നലെ വരെ, ഇന്ന് വീണ്ടും തുടങ്ങിയത്. ഇതെന്താടാ? ഡെസിറ്റ് ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഡെസിറ്റ്, കൗണ്ടർ സ്ട്രൈക്ക്, ഡെസിറ്റ് 2. ഞാൻ കാര്യം പറയട്ടെ, ഈ സമയത്ത് കളിക്കാൻ പറ്റിയ ഒരു ഗെയിം എൻ്റെ ഉണ്ട് ഗൈസ്. ഏതേത്? ഞാൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തോട്ടെ. 5 GB ഇപ്പൊ. സ്ക്രീൻ ഇടാ. തേങ്ങ കണ്ടോണ്ടിരിക്കുക. പിന്നെ 1700 വരെ എത്തിയത് ഇതാക്കാനോ? കാണാൻ കൊണ്ടിരുന്നു തേങ്ങ. സ്ക്രീന് പെട്ടെന്ന് തേങ്ങ
കഷ്ടപ്പെട്ട് തെങ്ങി നടത്തിയിട്ടിരിക്കുക. സ്ക്രീന് മാറ്റാൻ ഇപ്പൊ 41%. ഇപ്പൊ ആവുമ്പോ കാണാലോ. താമരനൂലി എടാ കോക്കനട്ട് സിമുലേറ്റർ 13,000 വാച്ചിങ്ങിൽ ഒരാളെ സ്ട്രീം ചെയ്യണം. എനിക്ക് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് കളിച്ച് തീർക്കണം. എനിക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്.